ഹായ് ഹലോ, ഇറ്റ്സ് മീ ഷാനു ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ സ്ട്രെയിറ്റ്നർ കം കേളർ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നൊരു പ്രോഡക്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് മീഷോ എന്നാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കാം. സോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് പാനസോണിക്കിൻ്റെ ഒരു സ്ട്രെയിറ്റ്നറാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഇത് ഹീറ്റൊക്കെ ആവും, പക്ഷേ അങ്ങനെ ലോങ് ലാസ്റ്റിങ് ഒരു 5 മിനിറ്റ് പോലും ഇത് നിൽക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു കാര്യമില്ലാതെയായി. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു സ്ട്രെയിറ്റ്നർ മേടിക്കാമെന്ന്. അപ്പം സത്യത്തിൽ എനിക്കൊരു സ്ട്രെയിറ്റ്നറിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല, കാരണം എൻ്റെ ഹെയർ ഇപ്പം നല്ല സ്ട്രെയിറ്റ് ആണ്. ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയറിൽ. അപ്പം സ്മൂത്തനിങ്ങിൻ്റെയും ഹെയർ കളറിങ്ങിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവർ കണ്ടുവെക്കുക. എൻ്റെ എക്സ്പീരിയൻസ് ഫുള്ള് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുണ്ടിരുന്ന മുടി ഓൾറെഡി കൊണ്ടുപോയി ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇനി ഇതിൽ എന്ത് ചുരുട്ടാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആൻഡ് ഡ്രൈ ഹെയർ ആയിരുന്നു. ഒന്ന് കുറുകുറിഞ്ഞു ഭയങ്കര കുറുക്ക മുടിയായിരുന്നു. അപ്പോൾ എനിക്കതത്ര ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ തന്നെയാണ് ഇഷ്ടം. എങ്കിലും ഇടയ്ക്ക് എനിക്കൊന്നിങ്ങനെ നല്ല കുറച്ചൊരു സിമ്പിൾ കേളൊക്കെ കൊടുക്കണമെന്ന് തോന്നുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് കേളറും പിന്നെ സ്ട്രെയിറ്ററും കൂടി ഒരുമിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടു. അപ്പോൾ എനിക്കെന്തോ അത് കൊള്ളാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ അത് ഓർഡർ കൊടുക്കുന്നത്. അഫോർഡബിൾ റേറ്റിലുള്ള സാധനം ആയതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ കൂടെ സ്ട്രെയിറ്റ്നറും കൂടെ വരുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ എൻ്റെ പഴയ ഹെയർ ഗ്രോ ചെയ്ത് തുടങ്ങി. ഇവിടെയൊക്കെ നോർമൽ ഹെയറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ട്രീറ്റഡ് ഹെയർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഹെയർ ഗ്രോത്ത് തുടങ്ങിയതുകൊണ്ട് സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈക്വൽ ആക്കാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ കമ്പനി എന്ന് പറയുന്നത് നോവ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. ന്യൂ നോവ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണിത്. ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ലോക്ക് ഇങ്ങനെ അഴിക്കുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആവും. അപ്പം ഈ നമുക്ക് ചൂടാക്കിയ ശേഷം സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സർഫസിൽ വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കതല്ല, കേളിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഹെയർ ഇതിനകത്ത് നിന്ന് ചുരുട്ടി വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത ശേഷം വിട്ടുകൊടുക്കാം. ഇതിനകത്ത് അങ്ങനെ യൂസർ മാനുവലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ മെക്കാനിസം ഒന്നും പഠിക്കാനില്ല, അതുകൊണ്ടാണ്. പിന്നെ ചൂട് ഉള്ള സാധനമാണ്, കറണ്ടിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുക. നല്ല കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കളർ കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് ഒത്തിരി കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ വെറുതെ ലാഗ് അടുപ്പിച്ച് സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗവും ചൂടാവും. ഇതിൻ്റെ ഉള്ളിലുള്ള സർഫസാണ് ചൂടാവേണ്ടത്. ഇതിപ്പം ഇതിൻ്റെ പുറം ഭാഗവും ചൂടാവും. അപ്പോൾ പിടിക്കുമ്പം സൂക്ഷിച്ച് പിടിക്കുക, അല്ലെങ്കിൽ നല്ലോണം ചൂടടിക്കും. അപ്പോൾ നമ്മൾ കറണ്ടിൽ കൊടുത്തിട്ടേ ഉള്ളൂ ഹീറ്റ് ആവട്ടെ. പിന്നെ ഇത് എന്തുകൊണ്ട് ഇതിൻ്റെ സർഫസും കൂടി ഹീറ്റ് ആവുന്നു എന്ന് വെച്ചാൽ, നമുക്കിത് കേളിങ് ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ മുടി കേൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫസും കൂടി ചൂടാകുമ്പോഴേ മാത്രമേ നമുക്ക് കേൾ കിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും. ഇവിടെയാണ് നമുക്ക് വല്ലതും അറിയാൻ പറ്റൂ, കാരണം ഇങ്ങോട്ട് ഓൾറെഡി സ്ട്രെയിറ്റ് ആണ്. നോക്കാം. ഇത് ഞാൻ ചെയ്യാത്ത ഭാഗമാണ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു കേള് പോലെയുണ്ട്. ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര കേളി ആയിട്ടുള്ള ഒരു ഹെയറിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രമായതുകൊണ്ട് സ്ട്രെയിറ്റിങ് എത്രത്തോളം ഇതാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കേളിങ് നമുക്ക് നോക്കാം. കുറച്ച് ഹെയർ എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ചുറ്റി, അതായത് ഈ സ്ട്രെയിറ്റ് ചെയ്യുന്ന പോർഷന് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ഈ സാധനം ലോക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഇങ്ങനെയാണെന്നാണ് എൻ്റെ ബലമായ ഒരു വിശ്വാസം. നോക്കാം. കുറച്ച് നേരം ഇതിങ്ങനെ കുറച്ച് സമയത്തേക്ക് ഹോൾഡ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് കേൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ മെക്കാനിസം ഒന്നും വലിയ പിടുത്തമില്ല. എന്താവുമെന്ന് ഒരു ഇതുമില്ല. കുറച്ച് സമയം നമുക്ക് വിട്ട് നോക്കാം. അയ്യോ, ഒന്നും കൂടി. ഞാൻ വിചാരിച്ച പോലെ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. ഒന്നുകൂടെ നോക്കാം.
അയ്യോ, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ അതോ ഇതിങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഹെയർ കൂടുതൽ എടുത്തതാണോ പ്രശ്നം? അയ്യോ, എൻ്റെ ഓക്കെ. സോ ഇപ്പം കൊള്ളാം. അപ്പം ഞാൻ ആദ്യം ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. പക്ഷെ എൻ്റെ ഹെയർ കുറച്ച് ലോങ് ആയതുകൊണ്ട് ലോങ് സെക്ഷൻസ് എങ്ങനെ ആയിരിക്കുമെന്ന് ഒരു പിടുത്തവുമില്ല. ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നത് ഒരു ടാസ്ക്കാണ്. അയ്യോ, ഓക്കെ. അയ്യോ, താഴോട്ട് വരുമ്പോൾ ഹെയർ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസ് കിട്ടില്ല, ഒരു വേവ് വരും, അത്രേ ഉള്ളൂ. ഈ ഒരു റേറ്റിന് ഇതൊക്കെ തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിത് ബാക്കിയും കൂടിയൊക്കെ ഒന്ന് പണിതിട്ട് വരാം. സോ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു റേറ്റിന് ഇതൊക്കെ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഹെയർ ഓൾറെഡി സ്ട്രെയിറ്റ് ആയതുകൊണ്ട് എനിക്കിത് കുറച്ചുകൂടി ഡിഫൈനായിട്ട് അറിയാൻ പറ്റി. ഓൾറെഡി കേളി ആയിട്ടുള്ള ഹെയറിൽ നമുക്ക് പിന്നെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒരു വേവി ഒരു സംഭവം, ഒരു ചെറിയൊരു ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഒരു വേവി ഇത് കിട്ടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് കൊള്ളാം. എസ്പെഷ്യലി ഏറ്റവും കൂടുതലും ഇത് യൂസ് ആവുന്നത് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഫെദർ കട്ട് ചെയ്തിട്ടുള്ളവർക്കാണ്. ഇപ്പം ഇതുപോലെ ഫ്രണ്ടിൽ ചെറിയ സെക്ഷൻസ് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ കേൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിനൊരു പ്രിട്ടി ലുക്ക് തോന്നിക്കും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലാറ്റായി കിടക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു വോളിയം, കുറച്ചുകൂടി ഒരു രസം തോന്നിക്കും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചുമ്മാ ഒന്ന് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഒന്നൊരു ബൗൺസി ഫീലിംഗ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ നോക്കിയാൽ മതി. അല്ലാതെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കേൾസ് വേണം, വേവ് പോരാ, നിങ്ങൾക്ക് കേൾസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് നോക്കിയേ വേണ്ട. ഇതിൽ നിങ്ങൾക്ക് കേൾസ് ഒന്നും കിട്ടത്തില്ല, വേവ് മാത്രമേ കിട്ടത്തുള്ളൂ ഇങ്ങനത്തെ. അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് ഇങ്ങനത്തെ വേവ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഹെയർ സെറ്റിംഗ് സ്പ്രേ കൂടി അടിച്ചു കൊടുക്കണം. പിന്നെ എപ്പോൾ നമ്മൾ ഹെയറിൽ ഹീറ്റ് കൊടുക്കുന്നതിന് മുമ്പും ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുക. അപ്പോൾ ഈ പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ ഷാനു സെയിങ് ബൈ.